റവാഡ ചന്ദ്രശേഖരന്റെ നിയമനത്തിൽ സിപിഎമ്മിൽ മുറുമുറുപ്പെന്ന വാർത്ത തള്ളി എം.വി. ഗോവിന്ദൻ. കൂത്തുപറമ്പ് വെടിവെപ്പിൽ റവാഡയ്ക്ക് പങ്കില്ല. വെടിവെപ്പ് നടത്തിയത് UDF ആണ്. പി ജയരാജൻ എതിർപ്പ് അറിയിച്ചിട്ടില്ലെന്നും എം.വി. ഗോവിന്ദൻ പറഞ്ഞു. ആ വാക്കുകളിലേക്ക്. റവാഡ ചന്ദ്രശേഖരൻ ആ ചാർജ് എടുത്ത് 2 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ തലശ്ശേരി ASP ആയിട്ട്. സ്വാഭാവികമായിട്ടും കണ്ണൂരിനെ പറ്റിയോ കണ്ണൂരിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ പറ്റിയോ ധാരണയുള്ള ഒരാളായിരുന്നില്ല അദ്ദേഹം. കോടതി തന്നെ റവാഡ ചന്ദ്രശേഖരനെ മുമ്പ് തന്നെ വിചാരണ നടക്കുന്നതിന് മുമ്പ് തന്നെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതാണ്. ഇപ്പോൾ കോടതിയുടെ ഭാഗമായിട്ടുള്ള ജുഡീഷ്യറിയുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രശ്നവും അതിൻ്റെ ഭാഗമായിട്ടില്ല. അങ്ങനെയുള്ള ഒരാളെ നിയമിച്ചതിൻ്റെ ഭാഗമായിട്ട് അത് രക്തസാക്ഷികളുടെ കാര്യം പറഞ്ഞുകൊണ്ട് വിമർശിക്കുന്ന UDFൻ്റെ ധാർമ്മികതയെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് പറയാൻ ഒരു അവകാശമില്ല. അവരാണ് ഈ വെടിവെപ്പ് സംഘടിപ്പിച്ചത്. വിമർശിച്ചു എന്ന് പറഞ്ഞാൽ വിമർശിക്കാൻ പാടില്ല എന്നാരും പറഞ്ഞിട്ടുണ്ടോ? കേരളത്തിലെ പാർട്ടിക്കകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയല്ലേ വിമർശനം, സ്വയം വിമർശനം. പോരെ. ഷീന മാർട്ടിനുണ്ട് വിവരങ്ങളുമായി. ഷീന, ഇന്നലെ മുതൽ ഈ റവാഡ ചന്ദ്രശേഖരന്റെ നിയമനം വന്നപ്പോൾ മുതൽ പി ജയരാജൻ അതിൽ പരോക്ഷ വിമർശനം ഉന്നയിച്ച് രംഗത്ത് വന്നപ്പോൾ തന്നെ എം.വി. ഗോവിന്ദൻ ഇക്കാര്യങ്ങളിൽ സർക്കാരിനൊപ്പം തന്നെയാണ് പാർട്ടി എന്ന തരത്തിലുള്ള വാക്കുകളായിരുന്നു പറഞ്ഞു വെച്ചിരുന്നത്. ഇന്നും അദ്ദേഹം അത് ആവർത്തിക്കുന്നു. എന്താണെങ്കിലും പാർട്ടിയിൽ ഇക്കാര്യത്തിൽ മുറുമുറുപ്പെന്ന വാർത്തയെ അദ്ദേഹം തള്ളുകയാണ്. എത്തരത്തിലായിരുന്നു എം.വി. ഗോവിന്ദന്റെ വാക്കുകൾ? സംഗീത, റവാഡ ചന്ദ്രശേഖരെ നിയമിച്ചത് സർക്കാരാണ്. അത് പൂർണ്ണമായും ഭരണഘടനാപരമായ കാര്യങ്ങൾ അനുസരിച്ച് തന്നെയാണ് ആ നിയമനം നടത്തിയതെന്നാണ് എം.വി. ഗോവിന്ദൻ ഇപ്പോൾ സംസാരിച്ചത്. അതായത് മറ്റൊരു വിഷയവും എടുത്തിടാനില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ DGPയുടെ നിയമനം ഒരു വിവാദമാക്കാനായി പ്രതിപക്ഷം ശ്രമിക്കുന്നത്. ഈ കൂത്തുപറമ്പ് വിഷയം അത് പുറത്ത് കൊണ്ടുവരുന്നത് തന്നെ UDF ആണ്. UDF അതിൻ്റെ മേലൊരു പ്രശ്നമുണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ഭരണഘടനാപരമായ കാര്യങ്ങളല്ല എന്ന് വരുത്തി തീർക്കാനാണ് UDF ശ്രമിക്കുന്നത്. 5 രക്തസാക്ഷികളെ ഉണ്ടാക്കിയത് തന്നെ UDF ആണ്. പിന്നെ എന്തിനാണ് ഇപ്പോൾ രക്തസാക്ഷികളുടെ പേര് പറഞ്ഞ് പിന്നെയും ഒരു വിവാദം ഉണ്ടാക്കാനായി ശ്രമിക്കുന്നത്? ജുഡീഷ്യൽ കമ്മീഷനും കോടതിയുമടക്കം റവാഡ ചന്ദ്രശേഖരനെ കുറ്റവിമുക്തനായി പ്രഖ്യാപിച്ചിട്ടുള്ളതിന് ശേഷമാണ് ഇത്തരത്തിലൊരു തീരുമാനം വരുന്നത്. അത് പൂർണ്ണമായും ഭരണഘടനാപരമായും മറ്റു നിയമങ്ങളും അനുസരിച്ചുകൊണ്ടുള്ളതാണ് എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് ഗോവിന്ദൻ മാഷ് ഉറച്ചു നിൽക്കുന്നത്. നിതിൻ അഗർവാളിനെ DGP ആക്കാത്തതിൽ എന്തെങ്കിലും പരിഭവമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യം തുറന്നു പറയാനുണ്ടെങ്കിൽ ആ കാര്യം KC വേണുഗോപാൽ തുറന്നു പറയട്ടെ എന്നും എം.വി. ഗോവിന്ദൻ പറഞ്ഞു വെക്കുന്നുണ്ട്. സംഗീത. ശരി ഷീന.